കൊല്ലം കൊട്ടിയത്ത് നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിൽ സ്ലാബ് ഇളകി വീണ് സ്കൂട്ടർ യാത്രക്കാരിക്ക് പരിക്കേറ്റുവെന്ന്. പരിക്കേറ്റ യാത്രക്കാരിയെ കൊട്ടിയത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വാഹനങ്ങളും യാത്രക്കാരും കടന്നുപോകുന്ന തിരക്കേറിയ റോഡിലാണ് ഈ അപകടം നടന്നത്. ദേശീയപാതയുടെ നിർമ്മാണമാണ്. വരുംകാലങ്ങളിൽ ഒട്ടേറെ വാഹനങ്ങൾ മിനിറ്റുകൾ ഇടവിട്ട് പോകേണ്ട റോഡാണ്. പക്ഷേ ആ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ യാതൊരു തരത്തിലുള്ള ശ്രദ്ധയും ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. യാതൊരു തരത്തിലുള്ള ഒരു നിരീക്ഷണവും ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കൂടി ഇത് തന്നെയാണ്. ഈ സ്ലാബ് തകർന്നു വീണാണ് തസ്ലീമ എന്ന് പറയുന്ന ഉമേനല്ലൂർ സ്വദേശിയുടെ വാഹനത്തിലേക്കും കാലിലേക്കും വീണത്. ഭാഗ്യം കൊണ്ടാണ് ആ സ്ത്രീ രക്ഷപ്പെട്ടത്. നമുക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ ഒരു സൈഡിലേക്ക് ഈ സ്ലാബുകൾ ചരിഞ്ഞിരിക്കുകയാണ്. കനത്ത മഴയിൽ സ്ലാബുകൾ ഒരു സൈഡിലേക്ക് ചരിഞ്ഞിരിക്കുകയാണ്. അവിടേക്ക് ഈ കായലിൽ നിന്നുള്ള മണ്ണ്, കടലിൽ നിന്നുള്ള മണ്ണൊക്കെ തന്നെ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ചെമ്മണ്ണ് ഉപയോഗിച്ച് വലിയ ശക്തിയോടുകൂടി നിർമ്മിക്കേണ്ടതാണ്. ചെമ്മണ്ണ് മാത്രം ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതാണ്. എന്നാൽ യാതൊരു തരത്തിലുള്ള ഒരു ശാസ്ത്രീയതയും പരിശോധിക്കാതെ എവിടെ നിന്നെങ്കിലും കിട്ടുന്ന മണ്ണെല്ലാം തന്നെ ഈ പ്രദേശത്തേക്ക് കൊണ്ടിട്ട് ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. വരും കാലങ്ങളിൽ വലിയ അപകടങ്ങൾ ഇവിടെ വരാൻ സാധ്യത ഏറെയാണ്. ഇവിടെയൊക്കെ യഥാർത്ഥത്തിൽ വേണ്ടുള്ള തൂണിന്മേലുള്ള പാലമാണ് വേണ്ടുള്ളത്. അങ്ങനെയാണ് ഈ സർവീസ് റോഡിന് ആവശ്യം പോലെ വീതി കിട്ടുന്നത്. കഴക്കൂട്ടം മോഡലിലുള്ള എലിവേറ്റഡ് ഹൈവേ ചെയ്ത് കഴിഞ്ഞാൽ ഈ സർവീസ് റോഡിന് നല്ല വീതിയും കിട്ടും, അടിയിൽ പാർക്കിംഗ് സൗകര്യം എല്ലാം കിട്ടും. ഇവിടുത്തെ നാട്ടുകാരൊക്കെ തന്നെ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരോടും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത കരാർ കമ്പനികളോടും സംസാരിക്കുമ്പോൾ ഇതാണ് ഇതിൻ്റെ രീതി, ഇവിടുത്തെ രീതി ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അവരുടെ പരാതികൾ പോലും മുകളിലേക്കെടുക്കാത്ത രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കൃത്യമായ പരീക്ഷണം അല്ലെങ്കിൽ കൃത്യമായ ഒരു വിലയിരുത്തൽ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന്, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നെങ്കിലും ഉണ്ടാകണം എന്നുള്ളൊരു ആവശ്യമാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്നത്. ക്യാമറമാൻ ഷാനവാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.